ഉത്തർപ്രദേശിലെ ദേവാലയത്തിലാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ബസ്സിലിങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവിടെ കുറേ പള്ളികളൊക്കെ പൊളിച്ചിട്ടിട്ട് ഇവരുടെ കൊടിയൊക്കെ കുത്തിയിട്ടേക്കുന്നതായിട്ട് കാണാൻ പറ്റി. അങ്ങനെ നമ്മുടെ ദേവാലയങ്ങളൊക്കെ കുറേ പൊളിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ മലയാളീസ് ഉണ്ട്. ഇവിടെ കുറേ മലയാളികളെ കണ്ടുകൂട്ടി, കുറേ ജവമാലയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതൊക്കെ ഭയങ്കര സന്തോഷമായി. ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് അതിശയമായി. അവരപ്പോൾ എന്നെ ചായ കുടിക്കാനൊക്കെ വിളിച്ചു. ഞാനപ്പോൾ ഇവരുടെ കൂടെ ഇവിടെ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ മലയാളി കുടുംബങ്ങളുണ്ട് ഇവിടെ. അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. 1-2 സിസ്റ്റർമാരുണ്ട്. അച്ഛന്മാരൊക്കെ ഇവിടുത്തുകാരാണ്. ഇവരൊക്കെ പരിചയപ്പെട്ടു. എല്ലാവർക്കും സന്തോഷമായി. അവരുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഞാൻ ലക്നൌവിനാണ് ബസ് കയറിയത്. പക്ഷേ ആ വണ്ടി സീതാപൂർ എത്തിയപ്പോഴും നിർത്തി. അവിടുന്ന് പിന്നെ ലക്നൌവിലേക്ക് പോയില്ല. എന്തായാലും അവിടെ ഇറങ്ങി. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുവാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ മാത്രം കൊന്നൊടുക്കുവാൻ വേണ്ടിയിട്ട് കുറേ സംഘങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിൽ പലരും പറയും അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ, അവരെയും ദൈവം സൃഷ്ടിച്ചതല്ലേ, അവരെയും ദൈവം സ്നേഹിക്കുന്നില്ലേ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണോ? എല്ലാവരും ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുന്നവരാണോ? റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിലൂടെ വചനം ഇങ്ങനെ പറയുന്നത്, വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അബ്രാഹത്തിനൊരു സന്തതി ഉണ്ടായി, ഇസ്ഹാക്ക്. ഈ ഇസ്ഹാക്ക് വാഗ്ദാനത്തിൽ ജനിച്ചവനാണ്. ഗലാത്യ 4:28 നമ്മളാകട്ടെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. അബ്രാഹത്തിന് വേറെ മക്കളുണ്ടായി, പക്ഷേ അവരാരും വാഗ്ദാനത്തിൽപ്പെട്ട മക്കളല്ല. അതുകൊണ്ട് തന്നെ വാഗ്ദാനത്തിൽപ്പെട്ട മക്കൾ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് കണക്കാക്കപ്പെടുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, അബ്രാഹത്തിൻ്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല, ഇസ്ഹാക്ക് വഴിയുള്ളവരായിരിക്കും നിൻ്റെ സന്തതികളായി അറിയപ്പെടുക. ഹല്ലേലൂയ. അപ്പം അബ്രാഹത്തിൻ്റെ സന്തതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ ദൈവത്തിൻ്റെ സ്വന്തം മക്കളല്ല. വാഗ്ദാനപ്രകാരം ജനിച്ച ഇസ്ഹാക്ക് വഴി ജനിച്ചവരായിരിക്കും ദൈവത്തിൻ്റെ മക്കളായി അറിയപ്പെടുക. മക്കളല്ലെന്ന് കരുതി അവരെ ദൈവം മാറ്റി നിർത്തുന്നൊന്നുമില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12 പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ കുരിശിലേറി മരിച്ചു, അവൻ ഉയർത്ത് വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകിയിട്ടുണ്ട്. ഈ കഴിവ് മുഖാന്തരമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. യേശുവിൽ വിശ്വസിക്കാത്തവരാരും ദൈവത്തിൻ്റെ മക്കളല്ല. 1 യോഹന്നാൻ 3:1 പറയുന്നുണ്ട്, എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ ആണ് താനും. നാം ദൈവ മക്കളാണെന്ന് വിളിക്കപ്പെടുന്നു. ലോകത്തിലുള്ളവരെല്ലാം ദൈവ മക്കളാണെന്ന് വിളിക്കപ്പെടുന്നില്ല. നാം ആണ് യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ തിരുശരീരവും രക്തവും പാനം ചെയ്യുന്ന നമ്മളാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളെന്ന് അറിയപ്പെടുന്നത്. കാരണം എന്താ? ലോകം നമ്മെ അറിയുന്നില്ല. അത് ദൈവത്തെ, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ലോകം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ അറിയാത്തവർ, ലോകത്തെ വേറെ മക്കളുണ്ട്, ദൈവത്തിൻ്റെ മക്കളല്ല, ലോകത്തിൻ്റെ മക്കളുണ്ട്. ലോകത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അത് പിശാചിൻ്റെ മക്കളാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാത്തവർ ലോകത്തിൻ്റെ മക്കളാണ്. യേശുവിനെ അറിഞ്ഞവരാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് കണക്കാക്കപ്പെടുന്നത്. കാരണം ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാവണം. മക്കൾ
ദൈവത്തിൻ്റെ മക്കളെന്ന് പറയണമെങ്കിൽ ഒരേ മാംസത്തിലും രക്തത്തിലും, അതായത് യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകണം. അല്ലാത്തവർ ലോകത്തിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ ആ രക്തത്തിൻ്റെ ഭാഗഭാക്കുകളാണെങ്കിൽ മാത്രമേ അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയപ്പെടുകയുള്ളൂ. അല്ലാത്തവർ ലോകത്തിൻ്റെ മക്കളാണ്, പിശാചിൻ്റെ മക്കളാണ്. 1 യോഹന്നാൻ 3:10 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. ദൈവത്തിൻ്റെ മക്കളുണ്ട്, പിശാചിൻ്റെ മക്കളുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചവരാണ്. അവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിലുള്ള മറ്റുള്ളവരെല്ലാം, മറ്റുള്ള ആളുകൾക്കെല്ലാം ദൈവത്തിന് മക്കളാവാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. അത്ഭുതങ്ങൾ വഴിയും രോഗശാന്തി വഴിയും കണ്ടും കേട്ടും യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. അത് വിശ്വസിച്ച് യേശുവിലേക്ക് അടുത്തു വരുമ്പോൾ മാത്രമാണ് അവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. കാരണം നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. 1 യോഹന്നാൻ 3:10 പറയുന്നുണ്ട്, നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവരും അങ്ങനെ തന്നെ. ഇന്ന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അവർ നീതി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അവർ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാവുന്നത്? അവർ പിശാചിൻ്റെ മക്കളാണ്. ഇതിനാൽ തന്നെ പിശാചിൻ്റെ മക്കളാരെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ആരെയും ദ്രോഹിക്കുന്നവരല്ല. മറ്റുള്ളവരെ കൊന്നൊടുക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല. മറ്റുള്ളവരെ കൊന്നൊടുക്കണമെന്ന് ചിന്തിക്കുന്നവർ, മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്നവർ, അവർ പിശാചിൻ്റെ മക്കളാണ്. കാരണം പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. അവൻ എന്തിനാണ് വന്നിരിക്കുന്നത്? അവൻ കൊല്ലാനും കവർച്ച ചെയ്യാനുമാണ് വന്നിരിക്കുന്നത്. കൊല്ലാനും കവർച്ച ചെയ്യാനും നടക്കുന്ന ഒരാൾക്ക് പിശാചിൽ നിന്നുള്ളവനാണ്. അപ്പോൾ എങ്ങനെ ലോകത്തിൻ്റെ ഉള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് നമുക്ക് പറയാൻ സാധിക്കും? ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവത്തിൽ നിന്നുള്ളവരാണ്, ദൈവത്തെ അനുസരിക്കുന്നവരാണ്, നീതി പ്രവർത്തിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, സഹോദരനെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളായി പരിഗണിക്കുന്നത്. അല്ലാത്തവരൊക്കെ പിശാചിൻ്റെ മക്കളാണ്. കാരണം പിശാചിന് ഒരിക്കലും ഒരാളെ സ്നേഹിക്കുവാൻ സാധിക്കില്ല. അവൻ കൊലപാതകയാണ്, ആദ്യം മുതലേ കൊലപാതകയാണ്. പിശാച് എപ്പോഴും മറ്റുള്ളവരെ കൊല്ലണം, കവർച്ച ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ മക്കളല്ല. അയാൾ പിശാചിൻ്റെ മക്കളാണ്. ഒരു പുലിക്കുട്ടിയെ നമ്മുടെ കൈ കിട്ടിയെന്ന് വെച്ചു. പുലിക്കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ അതിനെ നമ്മളെടുത്ത് കളിപ്പിക്കും, പാല് കൊടുക്കും. നല്ല രസമാണ്. കാരണം പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കും. അതിനെ കളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് തീറ്റ കൊടുത്ത് നമ്മൾ വളർത്തും. ഇത് വലുതായി കഴിയുമ്പോൾ പുലിക്ക് അതിൻ്റെ സ്വഭാവം മനസ്സിലാവും. കാരണം താൻ പുലിയാണെന്നും താൻ മറ്റുള്ളവരെ ആക്രമിച്ച് തിന്നുന്നവരാണെന്നും പുലിക്ക് മനസ്സിലാവും. പുലി മുരടുകയും ദംഷ്ട്രകൾ പുറത്ത് കാണിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ മനുഷ്യർക്ക് പിന്നെ ഭയമാവും. നമ്മൾ പാല് കൊടുത്ത് വളർത്തിയതാണെന്ന് കരുതി നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പിന്നെ ചെല്ലില്ല. കാരണം അതിൻ്റെ സ്വഭാവം അതിന് മനസ്സിലായി, അതിൻ്റെ സ്വഭാവം നമുക്കും മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് പിശാചിൻ്റെ മക്കൾ. അവർ ആ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ സ്നേഹവും കരുണയും നീതിയും എല്ലാം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ആചാരങ്ങളും മറ്റുള്ളവരുടെ അനുഷ്ഠാനങ്ങളുമെല്ലാം മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ പോലും ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നു. നമ്മളും ആ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക്, അവൻ്റെ ശീലങ്ങൾക്ക് നമ്മൾ വശംവദനായി തീരുകയാണ് ചെയ്യുക. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലെന്നും പിശാചിൻ്റെ മക്കളാരെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ പിശാചിൻ്റെ തന്ത്രങ്ങളെ, കൊന്നെടുക്കുവാൻ വരുന്നവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1 യോഹന്നാൻ 3:2 പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. യോഹന്നാൻ സ്ലീഹയ്ക്ക് പറയാമായിരുന്നു ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന്, അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ യോഹന്നാൻ സ്ലീഹ പറയുന്നത് നാം ആണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കൾ. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും
ഒരു കാര്യം നമുക്കറിയാം, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ലോകത്തിലുള്ളവരെല്ലാവരും അവിടുത്തെ പോലെ ആകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നാം യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും ഭാഗഭാക്കുകളാകുന്നവർ അവിടുത്തെ പോലെ ആകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ളവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. ഗലാത്തിയ 3:7 പറയുന്നുണ്ട്, വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കളായി. നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസമുള്ളവരാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. യേശുവിൽ വിശ്വസിക്കാത്തവർ ദൈവത്തിൻ്റെ മക്കളല്ല, അവർ ലോകത്തിൻ്റെ മക്കളാണ്. ലോകത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ പിശാചിൻ്റെ മക്കളാണ്. 2 തരം മക്കളാണുള്ളത്, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും. വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ മക്കളാണ്, വിശ്വാസമില്ലാത്തവർ, യേശുവിൽ വിശ്വാസമില്ലാത്തവർ പിശാചിൻ്റെ മക്കളാണ്. അവർ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് വശംവദനരായി നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ദൈവത്തിൻ്റെ മക്കളെ കൊല്ലുവാനും നശിപ്പിക്കുവാനുമായിട്ട് കടന്നു വരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. ആർക്കാണ് നൽകിയിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെയാണ് സമാധാനത്തിൻ്റെ സദ്വാർത്ത വിളംബരം ചെയ്തിരിക്കുന്നത്. ലോകത്തിലുള്ള മറ്റ് ദേവീദേവന്മാരെയോ മറ്റ് ആളുകളെയോ വിളംബരം ചെയ്തുകൊണ്ടല്ല ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത്, ദൈവത്തെ യേശുവിലൂടെ ആണ് വിളംബരം ചെയ്ത് അതും ഇസ്രായേൽ മക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും കഴിവ് നൽകിയിട്ടുണ്ട്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. 1 ദിനവൃത്താന്തത്തിൽ 28:8 പറയുന്നുണ്ട്, ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ അതിനെ ശാശ്വതമായി അവകാശപ്പെടുത്തുവാനും നിങ്ങളുടെ ദൈവമായ കർത്താവിന് എല്ലാ കൽപ്പനകളും അന്വേഷിക്കണം, അനുസരിക്കുകയും ചെയ്യുവൻ. ഐശ്വര്യപൂർണമായ ഈ ദേശത്തേക്ക് കടന്നു വരണമെങ്കിൽ, ഈ കാനാൻ ദേശം ശാശ്വതമായ അവകാശം നമുക്ക് അവകാശപ്പെടുത്തണമെങ്കിൽ കർത്താവായ യേശുവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കണം. ലോകത്തിലുള്ള മറ്റുള്ളവർ കൊല്ലണമെന്ന്, മറ്റുള്ളവർ നശിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊന്നും ഈ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഈ സ്വർഗരാജ്യത്തിൽ അവകാശപ്പെടുത്തുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളായ നമുക്കാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ സ്വർഗരാജ്യം അനുഭവിക്കുവാൻ, അവകാശപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 13:33 പറയുന്നുണ്ട്, പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവമക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. നമുക്ക് ആർക്കാണ്? നമുക്കാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും ഇത് കൊടുത്തിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ആ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നു. ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചു കുരിശിൽ മരിച്ചു. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. പക്ഷേ ഈ മക്കളെന്ന സ്ഥാനം എല്ലാവർക്കും കൈക്കൊള്ളണമെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു രക്ഷകനാണെന്നും നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. ആ രക്ഷകനെ ഏറ്റുപറഞ്ഞ് മതിയാകൂ. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ മക്കളെന്ന അവകാശം നമുക്ക് നൽകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ല. പിശാചിൻ്റെ മക്കളുമുണ്ട്, ദൈവത്തിൻ്റെ മക്കളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:30 പറയുന്നുണ്ട്, ശിഷ്യരിൽ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ പലരും പറയും, എങ്ങനെ പറയും? ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് അവരെ നമ്മൾ സ്വീകരിക്കണം, അവരെ സ്നേഹിക്കാം. നമുക്ക് അവരെ സ്നേഹിക്കാം, ക്രിസ്തു സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അവരോട് യേശുവിനെ കുറിച്ച് പറയാം, അവർക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് വഴി, നമ്മുടെ ജീവിതം വഴി അവർക്ക് യേശുവിന് അറിയാൻ കൃപ നൽകിയിട്ടുണ്ട്. അതിനുശേഷം അതനുസരിച്ച് അവർ പ്രവർത്തിക്കട്ടെ. ജീവനും മരണവും സ്വർഗവും നരകവും
എല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ തിരഞ്ഞെടുത്ത് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, ഈശോയുടെ മക്കളായി തീരുവാൻ, നീതി പ്രവർത്തിക്കുവാൻ, സഹോദരനെ സ്നേഹിക്കുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.